തീർച്ചയായും അൻവറിൻ്റെത് നിഷ്കളങ്കമായ ഒരു തീരുമാനം എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ സംഭവവികാസങ്ങൾ താങ്കളിപ്പോൾ ഇത്രയും വിശദീകരിച്ച സംഭവവികാസങ്ങൾ പാർട്ടിക്ക് ഒരു പുതിയ അറിവാണ്, അല്ലെങ്കിൽ അൻവറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ ഒരു അറിവാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നിരവധി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആഖ്യാനം നമ്മൾ കേട്ടിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ്, അതിൻ്റെ പോലീസ്, സംഘപരിവാറുമായി പല കേസുകളിലും ഒത്തുതീർപ്പുകൾ നടത്തുന്നതായിട്ടുള്ള ആരോപണം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു പുതിയ അറിവല്ല, പാർട്ടിയെ സംബന്ധിച്ച പുതിയ അറിവല്ല, രാഷ്ട്രീയ മണ്ഡലത്തിലൊരു പുതിയ അറിവല്ല. അത് നിലനിൽക്കുന്ന ഒരു വളരെ വ്യക്തമായി രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഞാൻ വിചാരിക്കുന്നത് PV അൻവർ ഇന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തു വന്ന് നടത്തിയ ആദ്യത്തെ ഒരു വാചകം, എൻ്റെ ഉത്തരവാദിത്തം ഇവിടെ അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു തിരി കൊളുത്തുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. തീപ്പെട്ടിക്കൊള്ളിക്ക് എന്താണ്, അത് കത്തിക്കുക എന്ന് മാത്രമാണ്. ആ കത്തിക്കുക എന്ന ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനി ആളിപ്പടരുമോ കത്തിപ്പടരുമോ ഏതൊക്കെ രീതിയിലാണ് ഇത് നടക്കാൻ പോകുന്നത് എന്നത് അദ്ദേഹത്തിന് ഇനി അതിലൊന്നും ചെയ്യേണ്ടതില്ല. കാരണം അത്രയും ഇതിപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന് പകരം CPM-ൻ്റെ ഒരു അംഗമായ ഒരു MLA ആണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. കാരണം സംഘടനാപരമായി ഒരു സംഘടനാ തത്വങ്ങൾ, അടിസ്ഥാനപരമായി സംഘടനാ തത്വങ്ങൾ പാലിക്കുന്ന ഒരു പാർട്ടിയിൽ ഒരു MLA, അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷി MLAക്ക് ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച്, ഈ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് സേനയെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ അനുമതി ഉണ്ടാവണം, അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘടകത്തിൻ്റെ അനുമതി ഉണ്ടാവണം. അദ്ദേഹം പാർട്ടിയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതെന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മലപ്പുറം ജില്ലാ സെക്രട്ടറി, CPM-ൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് മോഹൻദാസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. എന്ന് വെച്ചാൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് പാർട്ടിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഗവൺമെൻറ്റിനെ നിയമ സാങ്കേതികമായും പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്.